പ്രസവശേഷം വളരെ കോമൺ ആയി കേൾക്കാറുള്ള 5 മിത്തുകൾ. അതിലൊന്നാമത്തേത്, ഡോക്ടറെ എൻ്റെ കുഞ്ഞിന് ആവശ്യത്തിന് പാല് കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. കാരണം ഞാൻ ഇന്നലെ ഒന്ന് നിപ്പിളിൽ പ്രസ് ചെയ്ത് നോക്കും, വളരെ കുറച്ച് മാത്രം പാലേ വരുന്നുണ്ടായിരുന്നുള്ളൂ. അതിനർത്ഥം എനിക്ക് പാലില്ല എന്നാണോ? ഇത് പല അമ്മമാരുടെ ഒരു സംശയമാണ്. ഒരിക്കലും അങ്ങനെ നിപ്പിൾ പ്രസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് പാലുണ്ടോ ഇല്ലയോ എന്നൊന്നും കറക്റ്റായിട്ട് നിശ്ചയിക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ നിപ്പിളിൽ ബേബി സക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ ബ്രെയിനിലേക്ക് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സിഗ്നൽസ് ഉണ്ടായും മിൽക്കിൻ്റെ സെക്രീഷൻ ഉണ്ടാകുന്നതും. അപ്പോൾ കുഞ്ഞിന് ആവശ്യത്തിന് പാല് കിട്ടുന്നുണ്ടോ എന്ന് എങ്ങനെയാണ് അറിയുക? അപ്പോൾ കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടുന്നുണ്ടോ എന്ന് നോക്കുക. അതേപോലെ ഒരു ദിവസം 6 തവണയിൽ കൂടുതൽ കുഞ്ഞ് മൂത്രം ഒഴിക്കുന്നുണ്ടോ, ഡയപ്പർ ചേഞ്ച് ചെയ്യേണ്ടി വരുന്നുണ്ടോ, അതുപോലെ പാല് കുടിച്ചതിന് ശേഷം കുഞ്ഞ് നന്നായി ഉറങ്ങുന്നുണ്ടോ, ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് കുഞ്ഞിന് ആവശ്യത്തിന് പാല് കിട്ടുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ കഴിയും. രണ്ടാമത്തെ മിത്താണ്, വെള്ളം കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ വയറ് ചാടും എന്നുള്ളത്. ഇതും വളരെ തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. മുലയൂട്ടുന്ന അമ്മമാർ നന്നായി വെള്ളം കുടിക്കണം, നന്നായി ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം. 3 തൊട്ട് 4 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിച്ചിരിക്കണം. കാരണം ബ്രസ്റ്റ് മിൽക്കിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് വെള്ളമായതുകൊണ്ട്. മൂന്നാമത്തെ, അമ്മമാർ ഫ്രൂട്ട്സ് കഴിച്ചാൽ കുഞ്ഞിന് പനി വരുമോ? ഒരിക്കലുമില്ല. ഫ്രൂട്ട്സിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബേഴ്സ് എല്ലാം അമ്മമാരുടെ വൂണ്ട് ഹീലാവാനും അമ്മമാരുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഒക്കെ സഹായിക്കും. അതുമാത്രമല്ല, മിക്ക അമ്മമാരിലും പ്രസവശേഷം കോമൺ ആയിട്ട് കാണാറുള്ളതാണ് കോൺസ്റ്റിപ്പേഷൻ. അപ്പോൾ ഈ ഫ്രൂട്ട്സിൽ അടങ്ങിയിരിക്കുന്ന ഫൈബേഴ്സ് നമ്മുടെ ബവൽ മൂവ്മെൻറ്റ് കറക്റ്റ് ചെയ്യാനും കോൺസ്റ്റിപ്പേഷൻ റിലീവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. അടുത്ത കോമൺ മിത്താണ്, വയറ് കെട്ടുന്നത് വയറ് കുറയാൻ വേണ്ടിയാണോ? ഒരിക്കലുമല്ല. വയറ് കെട്ടുന്നതിന് വേറെ ചില ഗുണങ്ങളുണ്ട്. പ്രസവശേഷം നമ്മുടെ വയറിൻ്റെ മസിൽസ് വളരെ ലൂസായിരിക്കും. അപ്പോൾ ആ അബ്ഡോമിനൽ മസിൽസിനെ സപ്പോർട്ട് ചെയ്യാൻ ഈ അബ്ഡോമിനൽ ബൈൻഡേഴ്സ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ പുതിയ അമ്മമാർ ഒരുപാട് സമയം കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുകയും ഇരുന്ന് ഫീഡ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ബാക്ക് മസിൽസിന് കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാവുകയും ബാക്ക് പെയിൻ ഉണ്ടാവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ ബാക്ക് മസിൽസിനെ സപ്പോർട്ട് ചെയ്യാനും പോസ്ചറിനെ കറക്റ്റ് ചെയ്യാനും ഒക്കെ ഈ ബൈൻഡേഴ്സ് യൂസ് ചെയ്യുന്നത് വളരെ ഗുണപ്രദമാണ്. അതുപോലെ തന്നെ നമ്മുടെ യൂട്രസ് ഇൻവല്യൂട്ട്, അതായത് യൂട്രസ് അതിൻ്റെ പ്രീ പ്രഗ്നൻസി സ്റ്റേറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് അബ്ഡോമിനൽ ബൈൻഡേഴ്സ് ഒരു പരിധി വരെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ വയറ് കുറയണമെങ്കിൽ വയറ് കെട്ടിയ മാത്രമായില്ല, അതിന് പ്രോപ്പറായിട്ടുള്ള ഡയറ്റും എക്സസൈസും ചെയ്തേ മതിയാവും.